കഴിഞ്ഞ വീഡിയോയിൽ വന്ന് അസഭ്യം പറഞ്ഞ എല്ലാവരും ഈ വീഡിയോയും കാണണം. ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പറയുന്നവരുടെ മണ്ടയ്ക്ക് വന്ന് പൊങ്കാലയിട്ടിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, ട്രോൾസ് എവിടെ? ഈ ഒരു ന്യൂസ് അത്യാവശ്യം എല്ലാവരും കണ്ടു കാണും എന്നാണ് എന്റെ വിശ്വാസം. ഷിംജിത അറസ്റ്റിലായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നൊരു വാർത്തയാണിത്. അതിനും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഭർത്താവായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു 48 മണിക്കൂറായി എന്ന് നമുക്ക് ഊഹിക്കാം. ഇത്രയും നേരമായിട്ടും ഒരു ട്രോള് പോലും ഈ കേസിന്റെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഞാൻ എവിടെയും കണ്ടില്ല. എന്റെ ഫീൽഡിലൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ കേസ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാതെ പോയത്? ട്രോൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റി ഉള്ള ചേട്ടന്മാർ എന്തുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് ട്രോളുകളൊന്നും ഇറക്കാതിരുന്നത്? ഒരു കാര്യം ശരിയാണ്, വളരെ ശരിയാണ്, ഈ രണ്ട് കേസുകളും തമ്മിലുള്ള ഫാക്ട് ഡിഫറന്റ് ആണ്, ഇഷ്യൂസ് ഡിഫറന്റ് ആണ്. പക്ഷെ കോമൺ ആയിട്ട് രണ്ട് തിങ് ഉണ്ട്. ഒന്ന്, അവിടെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു, ഇവിടെ രണ്ട് വ്യക്തികൾ ആത്മഹത്യ ചെയ്തു. രണ്ട്, അവിടെ ഒരാള് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇവിടെയും ഒരാള് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മുറവിളികൾ ഈ കേസിന് വന്നില്ല? ആൻസർ എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. പക്ഷേ ഷിംജിതയുടെ കേസ് പോലെ എന്തുകൊണ്ടാണ് ഈ കേസ് ചർച്ച ചെയ്യപ്പെടാത്തത്? അതുകൊണ്ട് ഇതുവരെ എന്താ പറയാ, ട്രോളുകളും കാര്യങ്ങളും ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ എന്റെ ക്രിയേറ്റിവിറ്റിക്ക് ട്രോളുകൾ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും അതിന്റെ ഒരു വൈബ് അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് ഈ ഹസ്ബൻഡന്മാരുടെ ദേഹത്തൊക്കെ GPS വെക്കുന്ന പോലെ എന്തെങ്കിലും പരിപാടി ട്രോളാക്കിയാലോ എന്നൊക്കെ ആലോചിച്ചു. എന്റെ ക്രിയേറ്റിവിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ഉണരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കമന്റ് ആയിട്ടോ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ ഇമെയിൽ എന്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ വഴിയോ അറിയിക്കുക. ജെമിനി ഞാനും ചേർന്ന് ഒരു ട്രോൾ ഉണ്ടാക്കിയാലോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്.